പമ്പയിൽ നിന്നാണ് ഗോകുൽ ചേരുന്നത്. ഗോകുൽ, നമുക്കറിയാം പമ്പയിലാണ് എല്ലാ ഭക്തരും ഒരുപക്ഷെ സന്നിധാനത്ത് തിരക്ക് കൂടുമ്പോൾ പിടിച്ചു നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പമ്പയിലാണ് നടക്കുന്നത്. പമ്പയിൽ എപ്പോഴും സാധാരണക്കാരായ ഭക്തർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ്. അതുമാത്രമല്ല, വലിയ തിരക്ക് വരുമ്പോൾ ഇവർക്കൊന്ന് ഇരിക്കാൻ പോലുമുള്ള സൗകര്യമോ അല്ലെങ്കിൽ ദാഹജലത്തിനുള്ള സൗകര്യമോ പോലും അവിടെ നിന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പമ്പയിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ്? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മണ്ഡല മകരവിളക്കിന്. പമ്പയിൽ ഒരുക്കങ്ങളൊക്കെ എത്രമാത്രം സജ്ജമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതോ ഇപ്പോഴും നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പരിതാപകരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണോ? എന്തെല്ലാമോ പണി നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്? രോഹിണി, പ്രദീപുള്ള, നമസ്തേ, സ്വാമി ശരണം. എന്തായാലും പമ്പയിൽ നമ്മൾ രാവിലെ എത്തിയപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഈ അപര്യാപ്തതകളുടെ ഒരു തുടക്കമായിരിക്കും ഈ മണ്ഡലകാലത്ത് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അതായത് നിലവിൽ കാര്യമാത്രമായിട്ടുള്ള ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പമ്പയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാ വർഷവും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. പമ്പ പ്രത്യേകിച്ച് 2018 കാലത്തെ ആ പ്രളയത്തിന് ശേഷം ആ രീതി അല്ലെങ്കിൽ പഴയ രീതിയിൽ ഇതുവരെ പുനർജനിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പമ്പയെ തിരികെ കൊണ്ടുവരാനായിട്ട് അധികൃതർക്കോ സർക്കാരിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത്രയും വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ വർഷവും സമാനമായി തന്നെയാണ് പമ്പയിൽ. പമ്പ മണപ്പുറം കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ എങ്ങനെയാണോ കിടക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രത്യേകിച്ച് ഇനി 10 ദിവസങ്ങൾ കൂടി മാത്രമാണ് മണ്ഡല മകരവിളക്ക് കാലം തുടങ്ങുവാനായിട്ട് അവശേഷിക്കുന്നത്. പക്ഷേ കാര്യമാത്രമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ്, തൊട്ട് മുമ്പാണ് ഈ പമ്പ മണൽ തീരത്ത് അതിഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള AC ജർമ്മൻ പന്തലുകളൊക്കെ ഒരുങ്ങിയത്. നമുക്കറിയാം, സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതേ മണപ്പുറം തന്നെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ തുടരുന്നത്. ഇപ്പോൾ ഒരു ജർമ്മൻ പന്തലിൻ്റെ പണി താൽക്കാലികമായിട്ട് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് തീർത്ഥാടകർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ആ ശീതീകരിച്ച വലിയ പന്തലുകൾ നിന്നിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാമിമാർക്ക് വേണ്ടി, തീർത്ഥാടകർക്ക് വേണ്ടി വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മതി എന്നുള്ളൊരു തീരുമാനമാണ് അധികൃതർ എല്ലാ വർഷവും കൈക്കൊള്ളുന്നത്. ഈ വർഷവും അതിന് മാറ്റമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പമ്പയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ വർഷങ്ങളായിട്ട് തുടരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അതേപടി തന്നെ ഈ വർഷവും തുടരുമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം പമ്പയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം തന്നെയാണ്. പമ്പ നദിയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ, അവരുടെ വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുന്ന രീതിയിൽ പമ്പാ നദി മലിനമാകാറുണ്ട്. അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ കൃത്യമായിട്ട് നടക്കാറില്ല. ഒപ്പം തീർത്ഥാടകർക്ക് വിരിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനം ഇനിയും പമ്പയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ മണപ്പുറത്ത് 10,000-കണക്കിന് തീർത്ഥാടകർ ഒരേ സമയം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലൊക്കെയാണ് കുട്ടികളായിട്ടുള്ളവരും മുതിർന്നവരായിട്ടുമുള്ളവരും ഒക്കെ ആയിട്ടുള്ള തീർത്ഥാടകരൊക്കെ വിരിവെക്കുന്നത്. ഈ മണൽത്തിട്ടയിൽ അവർക്ക് കിടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവരുടെ വസ്ത്രം മാറേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പല അസൗകര്യങ്ങൾ പമ്പയിൽ ഇങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം ഇവിടുത്തെ ശുചിമുറി സൗകര്യങ്ങളാണ്. നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്. അതൊക്കെ പണം നൽകി ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകൾ മാത്രമാണ്. പക്ഷേ ഈ 10,000-കണക്കിന് തീർത്ഥാടകർ ഒരേ സമയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന പമ്പയിൽ ഇത്രയും ശുചിമുറി ബ്ലോക്കുകൾ പോരാ എന്നുള്ള ആവശ്യം നേരത്തെ മുതൽ തന്നെ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കൂടുതൽ സൗകര്യത്തോടു കൂടി കൂടുതൽ വൃത്തിയുള്ള ശുചിമുറി സൗകര്യങ്ങളൊക്കെ തന്നെ ഇവർക്കായിട്ട്, തീർത്ഥാടകർക്കായിട്ട് ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ വർഷങ്ങളായിട്ടും അധികാരികൾ ആ ആവശ്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു കാര്യം ആശുപത്രി സൗകര്യമാണ്. അതായത് പമ്പ പോലെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണം എന്നൊക്കെ തന്നെ പമ്പയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പമ്പയിൽ ഇപ്പോഴും ഒരു ആശുപത്രി മാത്രമാണ്. അത് സീസണിൽ തുറക്കുന്ന ഒരു ആശുപത്രി മാത്രമാണുള്ളത്. പക്ഷേ ആ ആശുപത്രിയിൽ പോലും അത്യാധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. എന്തെങ്കിലും വലിയ ആരോഗ്യ കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ആശുപത്രിയിൽ എടുക്കത്തില്ല. സാധാരണ അത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. അത്രയും ദൂരമടക്കം ഇവിടെ നിന്നും
ആംബുലൻസിൽ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആശുപത്രി സൗകര്യത്തിൻ്റെ കാര്യത്തിലും വർഷങ്ങളായി തുടരുന്ന ഒരു അവഗണന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലക്ഷോപലക്ഷം തീർത്ഥാടകർ ഓരോ വർഷവും വന്നു പോകുന്ന സന്നിധാനത്ത് ശബരിമലയിലാണ് ഇത്തരത്തിലൊരു ആശുപത്രിയുടെ, ഒരു കാര്യക്ഷമമായിട്ടുള്ള ആശുപത്രിയുടെ കുറവ് നമ്മൾ അനുഭവിക്കുന്നത്. മറ്റൊരു കാര്യം ഈ KSRTC സൗകര്യമാണ്. അതായത് 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ചാർജ് കൊടുത്തിട്ടാണ് തീർത്ഥാടകർ KSRTCയിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കൊക്കെ തന്നെ എത്തുന്നത്. പ്രത്യേകിച്ച് പമ്പയിൽ പാർക്കിംഗ് ഇല്ല. പ്രളയത്തിന് ശേഷം പാർക്കിംഗ്, ത്രിവേണിയിലുണ്ടായിരുന്ന പാർക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിലയ്ക്കലിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും KSRTCയിൽ ബസ്സിൽ വേണം തീർത്ഥാടകർക്ക് പമ്പയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. 20 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് സാധാരണയുള്ളതിൽ നിന്നും 3 ഇരട്ടി 4 ഇരട്ടി ചാർജൊക്കെയാണ് KSRTC തീർത്ഥാടകരിൽ നിന്നും വാങ്ങുന്നത്. പക്ഷേ ആ KSRTC കൃത്യമായിട്ട് അവിടെ അവർക്ക് ആ KSRTC സ്റ്റാൻഡിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനങ്ങളില്ല. അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് കൃത്യമായിട്ട് വിശ്രമിക്കുന്നതിനോ അവർക്ക് ഈ പറയുന്ന പോലെ ശുചികൃത്യങ്ങൾ നടത്തുന്നതിനോ ഒക്കെയുള്ള സംവിധാനങ്ങൾ പമ്പ KSRTC സ്റ്റാൻഡിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് തന്നെ കാണാവുന്നതാണ്. ഒരു തുറസായ സ്ഥലം എന്നതിലുപരിയായിട്ട് ഒരു KSRTC സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ പമ്പയിലില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്തായാലും ഈ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും നമുക്കിപ്പോൾ പമ്പയിൽ നിലവിൽ എന്തായാലും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒപ്പം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന കാനനപാതയിലടക്കം ഈ രീതിയിൽ സംവിധാനങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ഇതുവരെയും ഒരുക്കി തുടങ്ങാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് മണ്ഡല മകരവിളക്ക് തുടങ്ങാനായിട്ട് അവശേഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വിർച്വൽ ക്യൂ ആരംഭിച്ചത് തന്നെ കഴിഞ്ഞ ദിവസമാണ്. അതായത് മാസങ്ങൾക്ക് മുന്നേക്ക് ആരംഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിൽ നിന്നും, മഹാരാഷ്ട്ര മുതൽ ഇങ്ങോട്ടുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ സന്നിധാനത്തേക്ക്, ശബരിമലയിലേക്ക് ഈ സീസൺ കാലത്ത് എത്തുന്നതാണ്. പക്ഷേ അവർക്കൊക്കെ യാത്രാ സൗകര്യമൊക്കെ നടപ്പാക്കണമെങ്കിൽ അത് ഈ വിർച്വൽ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. വിർച്വൽ ക്യൂ ഒക്കെ നേരത്തെ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ട്രെയിൻ ബുക്ക് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ നേരത്തെ മുതൽ തന്നെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ അതിനൊക്കെ കാലതാമസമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വിർച്വൽ ക്യൂ നേരത്തെ ആരംഭിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ വിർച്വൽ ക്യൂ ഇത്തവണ ബുക്കിംഗ് തുടങ്ങിയത് തന്നെ വളരെ വൈകിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കേവലം നട തുറക്കാൻ 2 ആഴ്ച മാത്രം അവശേഷിക്കുന്നതിന് സമയത്താണ് വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനോടകം ആരംഭിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ രീതിയിലും ഭക്തർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സീസൺ എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ സന്നിധാനത്തടക്കം ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ അസൗകര്യങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുചിമുറി അടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. അത് എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കുന്ന നിരവധി ഒരു കൂട്ടം പ്രശ്നങ്ങളാണുള്ളത്. അതിന് ഈ വർഷവും പരിഹാരം കാണാനായിട്ട് അധികൃതർക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പമ്പയിൽ നിന്നുകൊണ്ട് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ തീർത്ഥാടനവും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം കഠിനം തന്നെയായിരിക്കും. അത് അവരുടെ യാത്രയിലുള്ള കഠിനതയല്ല, അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടാവുന്ന അവർക്കുണ്ടാകുന്ന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ടുള്ള കഠിനം തന്നെയായിരിക്കും അവരുടെ തീർത്ഥാടന കാലം എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ കൊട്ടിഘോഷിച്ച് 7 കോടി രൂപയോളം ചെലവഴിച്ച് ആർഭാടപൂർവ്വം നടത്തിയ പമ്പയിലാണ് ഒരു നയാ പൈസയുടെ പോലും 10 മണി മുതൽ പൂർണ്ണമായും ശബരിമലയുടെ ഒരുക്കങ്ങൾ കാണിക്കുന്ന ലൈവത്തോണിലേക്കാണ് നമ്മൾ പോകുന്നത്.